നമസ്കാരം. ലോക്കൽ പോളിലേക്ക് വീണ്ടും സ്വാഗതം. പ്രധാന വാർത്തകൾ ആദ്യം. Flexi Life Easy Electronics and Home Appliances. പത്രികാ സമർപ്പണം പൂർത്തിയായി. 1.5 ലക്ഷത്തിലേറെ സ്ഥാനാർത്ഥികൾ. അവസാന ദിവസം വരണാധികാരികൾക്ക് മുന്നിൽ വൻ തിരക്ക്. വിമതരെ പിന്തിരിപ്പിക്കാൻ മുന്നണികളുടെ നെട്ടോട്ടം. മലപ്പുറത്ത് 16 പഞ്ചായത്തിൽ ലീഗ് കോൺഗ്രസ് പോരാട്ടം. കോട്ടയം UDFിലെ സീറ്റ് വിഭജനം ഇന്നും പൂർത്തിയായില്ല. സീറ്റിനായി രംഗത്തു വന്നവരോടെല്ലാം നോമിനേഷൻ നൽകാൻ നേതൃത്വത്തിന്റെ നിർദ്ദേശം. ജില്ലാ പഞ്ചായത്തിലേക്ക് മുഴുവൻ സീറ്റിലും കോൺഗ്രസിന് പുതുമുഖങ്ങൾ. ഓർത്തഡോക്സ് സഭയുടെ ആവശ്യം തള്ളി. കണ്ണൂരിലെ ആന്തൂർ നഗരസഭയിൽ 10 ഇടത്ത് CPIMന് എതിരില്ല. ചെയർപേഴ്സൺ സ്ഥാനാർത്ഥി PK ശ്യാമള അടക്കം 10 പേർ എതിരില്ലാതെ അധികാരത്തിലേക്ക്. കണ്ണൂർ നഗരസഭയിൽ AI ഗ്രൂപ്പുകളുടെ തർക്കം മൂത്ത് റിബൽ സ്ഥാനാർത്ഥിയുമായി I വിഭാഗം. പത്രികാ സമർപ്പണം പൂർത്തിയായിട്ടും കൊല്ലം കോൺഗ്രസിലെ കുഴപ്പങ്ങൾ കഴിഞ്ഞില്ല. വിവേചനം ആരോപിച്ച DCC പ്രസിഡന്റിന്റെ വാർത്താ സമ്മേളനത്തിൽ I ഗ്രൂപ്പിന്റെ പ്രതിഷേധം. സ്ഥാനാർത്ഥി നിർണയത്തിൽ തർക്കമില്ലെന്ന് DCC പ്രസിഡന്റ്. മലപ്പുറത്തെ തർക്കപ്രദേശങ്ങളിൽ പെരുമാറ്റ സംഹിത കൊണ്ടുവരാൻ UDF നേതൃതീരുമാനം. മുഖ്യമന്ത്രി മന്ത്രിമാരുമായി ചർച്ച നടത്തി. മാധ്യമങ്ങൾ പറയുന്നത്ര തർക്കം മലപ്പുറത്തില്ലെന്ന് മുഖ്യമന്ത്രി. പരിഹാരശ്രമം തുടരുമെന്ന് കുഞ്ഞാലിക്കുട്ടി. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിനുള്ള പത്രികാ സമർപ്പണം പൂർത്തിയായി. സ്ഥാനാർത്ഥി നിർണയത്തിലെ തർക്കങ്ങൾ തുടർന്നതിനാൽ അവസാന ദിനം പത്രിക സമർപ്പിക്കുന്നതിനായി വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. വിമതരുടെ വൻ നിരയും അവസാന മണിക്കൂറുകളിൽ കാണാനായി. അവസാന നിമിഷം വരെ നീണ്ടുനിന്ന തിരക്ക്. മുന്നണി സ്ഥാനാർത്ഥികളെ കൂടാതെ വിമതരും തർക്കത്തെ തുടർന്നെത്തിയ ഘടകകക്ഷി സ്ഥാനാർത്ഥികളും വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ കളക്ടറേറ്റുകളിലും മറ്റ് കേന്ദ്രങ്ങളിലും തടിച്ചുകൂടി. 3 മണിക്ക് സമയം പൂർത്തിയായെങ്കിലും നേരത്തെ ടോക്കൺ നൽകിയവർക്കും പത്രികാ സമർപ്പണത്തിന് അവസരം നൽകിയിരുന്നു. അവസാന ദിവസം സംസ്ഥാനത്താകെ 1.25 ലക്ഷത്തിലധികം പേർ പത്രിക നൽകിയെന്നാണ് പ്രാഥമിക കണക്ക്. രാത്രിയോടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്തിമ കണക്ക് പുറത്തുവിടും. ഇന്നലെ വരെ 56,173 പേർ മാത്രമാണ് പത്രിക നൽകിയിരുന്നത്. മുന്നണികളിലെ തർക്കത്തെ തുടർന്ന് പലയിടങ്ങളിലും അവസാന ദിവസമാണ് സ്ഥാനാർത്ഥി നിർണയം വരെ നടന്നത്. ഇതാണ് പത്രികാ സമർപ്പണത്തിന്റെ അവസാന ദിനത്തെ തിരക്കുള്ളതാക്കി മാറ്റിയത്. ആകെയുള്ള 21,905 വാർഡുകളിലായി 2 ലക്ഷം പേരെങ്കിലും മത്സരരംഗത്തുണ്ടാകുമെന്നാണ് കണക്കുകൂട്ടൽ. നാളെ സൂക്ഷ്മ പരിശോധന നടക്കും. 17-നാണ് പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം. പത്രിക നൽകാനെത്തിയവരുടെ തിരക്ക് പലയിടങ്ങളിലും വൻ ഗതാഗത കുരുക്കിന് കാരണമായി. പത്രികാ സമർപ്പണം പൂർത്തിയായി കഴിഞ്ഞു. എന്നാൽ രാഷ്ട്രീയ പാർട്ടികളുടെ ജോലി അവസാനിക്കുന്നില്ല. വിമതന്മാരെ പിൻവലിക്കുന്നത് കൂടാതെ മുന്നണികൾക്കുള്ളിലെ ഘടകകക്ഷികൾ തമ്മിലുള്ള മത്സരം ഒഴിവാക്കാനുള്ള ശ്രമങ്ങളാകും വരും ദിവസങ്ങളിൽ ഉണ്ടാകുക. അതായത് അന്തിമ ചിത്രം എന്തെന്നറിയാൻ 17 വരെ കാത്തിരിക്കുകയേ നിവൃത്തിയുള്ളൂ. ജി ശ്രീജിത്ത്, റിപ്പോർട്ടർ, തിരുവനന്തപുരം. നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പൂർത്തിയായപ്പോൾ മലപ്പുറത്ത് 16 പഞ്ചായത്തുകളിൽ ലീഗും കോൺഗ്രസും നേരിട്ട് മത്സരിക്കും. സംസ്ഥാന ജില്ലാ നേതൃത്വങ്ങൾ ദിവസങ്ങളായി തുടരുന്ന ചർച്ചകൾ പരിഹാരമാകാതെ വന്നതോടെയാണ് ഒറ്റയ്ക്ക് മത്സരിക്കുന്നതിനായി പാർട്ടികൾ പത്രിക നൽകിയത്. അതേസമയം മലപ്പുറത്തെ UDFിലെ തർക്കങ്ങൾ പരിഹരിക്കാൻ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. UDF ജില്ലാ നേതൃത്വവും ഉപസമിതിയും ഒടുവിൽ കുഞ്ഞാലിക്കുട്ടിയും ആര്യാടനും ചേർന്ന് ചർച്ച നടത്തിയിട്ട് പോലും മലപ്പുറത്തെ UDFിൽ തർക്കങ്ങൾ അവസാനിച്ചില്ല. ഇതോടെ 16 പഞ്ചായത്തുകളിലും 2 മുനിസിപ്പാലിറ്റികളിലും ലീഗും കോൺഗ്രസും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. 8 പഞ്ചായത്തുകളിൽ തർക്കപരിഹാരമുണ്ടാകില്ലെന്ന് ജില്ലാ നേതൃത്വത്തിനും ബോധ്യമായി. ഇവിടങ്ങളിൽ ഒറ്റയ്ക്ക് മത്സരിക്കണമെന്നാണ് പ്രാദേശിക ഘടകങ്ങൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. സീറ്റ് വിഭജനത്തെ ചൊല്ലി തർക്കങ്ങളുണ്ടായ പഞ്ചായത്തുകളിൽ പരിഹാരം കണ്ടെത്താനാണ് ഇനിയുള്ള ചർച്ചകൾ. അതേസമയം മലപ്പുറത്തെ മുന്നണിയിലെ പ്രശ്നപരിഹാരത്തിന് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ തിരുവനന്തപുരത്ത് യോഗം ചേർന്നു. KPCC പ്രസിഡന്റ് VM സുധീരൻ, മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. തർക്കങ്ങളിൽ വേഗത്തിൽ പരിഹാരം കാണുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ചുരുക്കം ചില സ്ഥലങ്ങളിൽ ചില പ്രശ്നങ്ങൾ അവശേഷിക്കുന്നുണ്ട്. അതും ചർച്ചയിലൂടെ പരിഹരിക്കാവുന്നത് മുഴുവൻ പരിഹരിക്കും. 8 പഞ്ചായത്തുകളിൽ തർക്കങ്ങൾക്ക് പരിഹാരം കണ്ടെത്തി നാമനിർദ്ദേശ പത്രിക പിൻവലിപ്പിക്കാനാണ് ജില്ലാ നേതൃത്വങ്ങളുടെ ശ്രമം. എന്നാൽ പ്രാദേശിക എതിർപ്പുകൾ മറികടന്ന് ഇത് എത്രത്തോളം സാധ്യമാകുമെന്നാണ് കണ്ടറിയേണ്ടത്. റിപ്പോർട്ടർ, മലപ്പുറം. കൊല്ലം കോർപ്പറേഷനിലെ സീറ്റ് വിഭജനത്തിലെ ഗ്രൂപ്പ് തർക്കം പരിഹരിക്കാനായില്ല. DCC പ്രസിഡന്റ് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ I ഗ്രൂപ്പ് നേതാവ് സുരേഷ് ബാബുവിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധമുണ്ടായി. തുടക്കം മുതൽ ആവശ്യപ്പെട്ടത് പ്രകാരം 20 ഡിവിഷനിൽ I ഗ്രൂപ്പും 14 ഡിവിഷനിൽ A ഗ്രൂപ്പും മത്സരിക്കാനാണ് ഇന്ന് ചേർന്ന യോഗം തീരുമാനിച്ചത്. പ്രശ്നങ്ങളെല്ലാം തീർപ്പാക്കിയെന്ന് അവകാശപ്പെട്ടുകൊണ്ട് DCC പ്രസിഡന്റ് സത്യശീലൻ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് നാടകീയ രംഗങ്ങളുണ്ടായത്. I ഗ്രൂപ്പ് നേതാവ് സുരേഷ് ബാബു പത്രസമ്മേളനത്തിൽ പ്രതിഷേധിച്ചു. കൂടാതെയാണ് ആരോഗ്യ ചർച്ച ചെയ്ത് ഈ അനൗൺസ്മെന്റ് നടത്തുന്നത്. തീരുമാനം ഏകപക്ഷീയമാണെന്നും അംഗീകരിക്കാനാകില്ലെന്നും സുരേഷ് ബാബു പറഞ്ഞു. അപ്പോൾ അത് ഗ്രൂപ്പിന്റെ കളി നടക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത്
അത് പിന്നെ ഈ കമ്മിറ്റി യഥാർത്ഥ കമ്മിറ്റി കൂടിയതിനു ശേഷം ഇത് അനൗൺസ് ചെയ്യാവൂ. ജില്ലയിൽ ഐ ഗ്രൂപ്പിനെ പ്രതിനിധീകരിച്ച് യോഗത്തിൽ പങ്കെടുക്കേണ്ട ആരെയും ഉൾപ്പെടുത്താതെയാണ് DCC പ്രസിഡന്റ് വസതിയിൽ യോഗം ചേർന്നതെന്നും സുരേഷ് ബാബു ആരോപിച്ചു. എന്നാൽ കൂട്ടായ തീരുമാനമാണിതെന്നും ഗ്രൂപ്പ് വ്യത്യാസമില്ലാതെ എല്ലാവരെയും യോഗത്തിൽ പങ്കെടുപ്പിച്ചെന്നും സത്യശീലൻ പറഞ്ഞു. ഈ കമ്മിറ്റി 2 മണിവരെ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ പങ്കെടുത്തയാളും തീരുമാനമെടുത്തയാളുമാണ് സുരേഷ് ബാബു. അദ്ദേഹം ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊന്നും ഐ ഗ്രൂപ്പ് ആവശ്യപ്പെട്ട സീറ്റുകളിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച എ ഗ്രൂപ്പുകാർ അത് പിൻവലിക്കുമെന്നും DCC പ്രസിഡന്റ് പറഞ്ഞു. റിപ്പോർട്ടർ കൊല്ലം. നോമിനേഷൻ കൊടുക്കാനുള്ള സമയം കഴിഞ്ഞിട്ടും കോട്ടയത്ത് UDF-നുള്ളിൽ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായില്ല. സീറ്റിനായി രംഗത്ത് വന്നവരോടെല്ലാം നോമിനേഷൻ നൽകാനാണ് നേതൃത്വം നിർദ്ദേശിച്ചത്. ഇതിനിടെ ജില്ലാ പഞ്ചായത്തിലേക്ക് മുഴുവൻ സീറ്റിലും പുതുമുഖങ്ങൾക്ക് കോൺഗ്രസ് അവസരം നൽകി. പാമ്പാടി ഡിവിഷൻ നൽകണമെന്ന ഓർത്തഡോക്സ് സഭയുടെ ആവശ്യം കോൺഗ്രസ് നിരാകരിച്ചു. സീറ്റ് തർക്കം തീർക്കാൻ മുഖ്യമന്ത്രി നേരിട്ടിടപെട്ടിട്ടും പരിഹാരമായില്ല. കോൺഗ്രസും കേരള കോൺഗ്രസുമായുള്ള ചർച്ചകളും മിക്കയിടങ്ങളിലും എങ്ങും എത്തിയില്ല. ഇതിനിടയിൽ കോൺഗ്രസും കേരള കോൺഗ്രസും സീറ്റുകൾ വീതം വെച്ചെടുക്കുകയാണെന്ന് ചെറുപാർട്ടികൾ ആരോപിക്കുന്നു. കോൺഗ്രസ് നിലപാടിൽ പ്രതിഷേധിച്ചാണ് ഒരു ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ ഉൾപ്പെടെ ഒറ്റയ്ക്ക് മത്സരിക്കാൻ JDU തീരുമാനിച്ചത്. ഇപ്പോഴും കണ്ടിരിക്കുന്ന കേരളത്തിലുണ്ടായിരിക്കുന്ന രാഷ്ട്രീയ മാറ്റം SNDP BJP കൂട്ടുകെട്ട് കണ്ടിട്ടാണ് കോൺഗ്രസ് ഈ കട്ടിൽ ഭരിക്കുന്നതെങ്കിൽ അത് അപകടകരവും ഖേദകരവുമാണ്. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതൊരുപക്ഷെ എങ്ങനെയൊക്കെ ആയി മാറും എന്ന് ഞങ്ങൾക്ക് ഇപ്പോൾ തന്നെ പറയാൻ പറ്റില്ല. കാരണം ഇതൊരു വല്ലാത്ത സൂചനയാണ്. അതേസമയം ഘടകകക്ഷികളെ വിശ്വാസത്തിലെടുത്തുള്ള സീറ്റ് വിഭജനമാണ് നടന്നതെന്ന് DCC പ്രസിഡന്റ് ടോമി കല്ലാനി പറഞ്ഞു. അർഹമായ പരിഗണന ഘടകകക്ഷികൾക്ക് നൽകും. ചെറിയ പരാതികളുണ്ട്. ആ പരാതികളും ഈ 17-ാം തീയതിയോടുകൂടി തന്നെ ഞങ്ങൾ പരിഹരിക്കും. ചില മുനിസിപ്പാലിറ്റിയിലും ചില പഞ്ചായത്തുകളിലൊക്കെ അവരെ കൂടി ഉൾക്കൊള്ളാനുള്ള സമീപനം ഞങ്ങൾ സ്വീകരിക്കും. 17-ാം തീയതിയോടുകൂടി ഞങ്ങളതെല്ലാം പൂർത്തീകരിക്കും. സീറ്റ് തർക്കത്തെ തുടർന്നാണ് മുഴുവൻ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലും പുതുമുഖങ്ങളെ മത്സരിപ്പിക്കാൻ കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചത്. പാമ്പാടി ഡിവിഷൻ നൽകണമെന്ന ഓർത്തഡോക്സ് സഭയുടെ ആവശ്യം കോൺഗ്രസ് നേതൃത്വം തള്ളി. കാതോലിക്ക ബാവ ഇക്കാര്യം KPC പ്രസിഡന്റ് VM സുധീരനോട് നേരിട്ട് ആവശ്യപ്പെട്ടിരുന്നു. റിപ്പോർട്ടർ കോട്ടയം. സ്ഥാനാർത്ഥിയെ ചൊല്ലി AI ഗ്രൂപ്പ് തർക്കം രൂക്ഷമായ കണ്ണൂരിൽ A ഗ്രൂപ്പ് റിബൽ സ്ഥാനാർത്ഥിയെ നിർത്തി. കോർപ്പറേഷൻ പരിധിയിൽപ്പെടുത്തിയ പഞ്ചായത്തിലാണ് PK രാഗേഷിനെ സ്ഥാനാർത്ഥിയാക്കിയത്. എന്നാൽ ഇത് കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയാണെന്ന് I ഗ്രൂപ്പ് വ്യക്തമാക്കി. UDF-ലെ സീറ്റ് തർക്കം കോൺഗ്രസിലേക്ക് വഴിമാറിയതോടെ റിബൽ സ്ഥാനാർത്ഥികളും മത്സരത്തിനൊരുങ്ങി. കണ്ണൂർ കോർപ്പറേഷനിൽപ്പെടുന്ന പള്ളിക്കുന്ന് പഞ്ചായത്തിലാണ് റിബലുകൾ നോമിനേഷൻ കൊടുത്തത്. A ഗ്രൂപ്പിന്റെ പ്രതിനിധിയായ PK രാഗേഷ് പഞ്ഞിക്കൽ വാർഡിലാണ് മത്സരിക്കുക. ഒരു വിഭാഗത്തിന്റെ വ്യക്തിവിരോധമാണ് സ്ഥാനാർത്ഥിയാകാനുള്ള തീരുമാനത്തിന് പിന്നിലെന്ന് രാഗേഷ് പറഞ്ഞു. കണ്ണൂരിൽ ഇപ്പോൾ നടക്കുന്നത് ചില വ്യക്തി താല്പര്യങ്ങളും അദ്ദേഹത്തിന്റെ ഏകാധിപത്യ താല്പര്യങ്ങളും സംരക്ഷിക്കപ്പെടാൻ അത് ഗ്രൂപ്പായി മാറ്റുകയാണ്. അല്ലാണ്ട് ഇവിടെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ലീഗ് ഇതിനകം തന്നെ പഞ്ഞിക്കൽ വാർഡിൽ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചിരുന്നു. ഇതിന് പിന്നിൽ K സുധാകരനാണെന്നാണ് ഉയരുന്ന ആരോപണം. പഞ്ഞിക്കലിൽ ലീഗിന് അനുവദിച്ചതാണ്. ലീഗിന്റെ കേന്ദ്രമാണ്. പള്ളിക്കുന്ന് പഞ്ചായത്തിൽ 3 സീറ്റ് മാത്രമാണ് ലീഗ് ചോദിച്ചത്. പഞ്ഞിക്കൽ ലീഗിന്റെ സ്ഥാനാർത്ഥി നോമിനേഷൻ കൊടുക്കുന്നുണ്ട്. PK രാഗേഷിന് പുറമെ മറ്റ് 7 പേർ കൂടി റിബൽ സ്ഥാനാർത്ഥികളായി വിവിധ വാർഡുകളിൽ പത്രിക സമർപ്പിച്ചിരിക്കുകയാണ്. റിപ്പോർട്ടർ കണ്ണൂർ. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ മൂന്നാറിലെ സ്ത്രീ തൊഴിലാളി കൂട്ടായ്മ പൊമ്പളയൊരുമേ തയ്യാറായി കഴിഞ്ഞു. 3 പഞ്ചായത്തുകളിലും 7 ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകളിലും 2 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലുമാണ് പൊമ്പളയൊരുമയുടെ മത്സരം. ദേവികുളം, മൂന്നാർ, പള്ളിവാസൽ പഞ്ചായത്തുകളിലെ 39 വാർഡുകളിലാണ് പൊമ്പിളയൊരുമൈ പ്രധാനമായും വിജയപ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നത്. ബഹുഭൂരിപക്ഷവും തോട്ടം തൊഴിലാളികളും അവരുടെ ആശ്രിതരും വോട്ടർമാരായുള്ള പഞ്ചായത്തുകളിൽ വിജയിക്കാൻ സാധിക്കുമെന്ന് ഇവർ വിശ്വസിക്കുന്നു. PLC യോഗ തീരുമാനം വന്നതിന് ശേഷം തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകീകരിക്കും. മത്സരിക്കേണ്ടതും വിജയിക്കേണ്ടതും നിലനിൽപ്പിന്റെ ആവശ്യമാണെന്ന് പൊമ്പിളയൊരുമൈ പ്രവർത്തകർ പറഞ്ഞു. எங்களுக்கு ஒரு அங்கீகாரம் வேணும். அதனால நாங்கள் எலெக்ஷனில் போகிறோம். எங்களுக்கு இப்போ ஃபஸ்ட்டு சம்பளம் தான் தேவை. ஆனால் இதை எங்களால் விட முடியல. ஏன்னா இது மூலமாக தான் இப்போ சம்பளம் பேசணும்னா ஏன் சம்பளத்தை நான் ஒருத்தர் கொடுக்க முடியாது. പഞ്ചായത്തിൽ വர അനുകൂലങ്ങൾക്ക് ബ്ലോക്കിൽ വരവർക്ക് ജില്ലയിൽ വരവർക്ക് അതുதான் மக்களுக்கு போய் சேரணும் நேரடியா. ജില്ലയിലെ 7 ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്കും 2 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലേക്കും പൊമ്പിളയൊരുമൈ മത്സരിക്കുന്നുണ്ട്. സ്ഥാനാർത്ഥികളുടെ വിശദാംശങ്ങൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിന് ശേഷം പ്രഖ്യാപിക്കും. 32 പഞ്ചായത്ത് இருக்கு, 7 ബ്ലോക്ക് இருக்கு, 2 ജില്ല இருக்கு. நாங்க ஸ்தானார்த்திகளை தீர்மானம் பண்ணியிருக்கோம். தீர்மானம் பண்ணிட்டு நிறுத்திட்டு இன்னைக்கு சாயங்காலம் நாங்கள் பேர்களை வெளியிடுவோம். இன்ன நேரம் வெளியிடுவோம். எங்களுக்கு இவ்வளோ நாள் பஞ்சாயத்தில் என்ன கிடச்சி, ബ്ലോക്കിൽ என்ன கிடச்சி, ജില്ലയിൽ என்ன கிடச்சின்னு எங்களுக்கு இவ்வளோ நாள் தெரியாது. இனிமேல் நாங்கள் அதை தெரிஞ்சுக்கிற விரும்புகிறோம். എന്നാൽ പൊമ്പിളയൊരുമൈ സമരത്തിന് മുൻനിരയിലുണ്ടായിരുന്ന പലരും മത്സരരംഗത്തില്ല. മൂന്നാറിൽ നിന്നും ക്യാമറാമാൻ എബിൻ സാബുവിനൊപ്പം യദു നാരായണൻ, റിപ്പോർട്ടർ. നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പൂർത്തിയായപ്പോൾ കണ്ണൂരിലെ ആന്തൂർ നഗരസഭയിൽ 10ഇടത്ത് CPIM-ന് എതിരില്ല. ഇതോടെ ചെയർപേഴ്സൺ സ്ഥാനാർത്ഥി PK ശ്യാമളയടക്കം 10 പേരാണ് എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെടാൻ പോകുന്നത്. തളിപ്പറമ്പ് നഗരസഭ വിഭജിച്ച് രൂപം നൽകിയ ആന്തൂർ നഗരസഭയിൽ മൊത്തം 28 ഡിവിഷനുകളാണുള്ളത്. LDF-ലെ ധാരണ പ്രകാരം 27 CPIM-ഉം 1 സീറ്റിൽ CPI-യുമാണ് മത്സരിക്കുന്നത്.
ഇടതുമുന്നണിക്ക് ആധിപത്യമുള്ള നഗരസഭയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പണം പൂർത്തിയായപ്പോൾ 10 ഡിവിഷനുകളിൽ CPIM സ്ഥാനാർത്ഥികൾക്ക് എതിരില്ലാതെയായി. ചെയർപേഴ്സൺ സ്ഥാനാർത്ഥി PK ശ്യാമള മത്സരിക്കുന്ന 2ാം ഡിവിഷനായ മോറാഴയും ഇതിൽപ്പെടും. 19ാം ഡിവിഷനായ തളിവയൽ, 4ാം ഡിവിഷൻ മുണ്ടപ്പുറം, ഡിവിഷൻ 5ൽപ്പെടുന്ന മയിലാട്, തളിപ്പറമ്പ് നഗരസഭയിലെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ TT ഉഷ മത്സരിക്കുന്ന 12ാം ഡിവിഷനായ കോടല്ലൂർ, 14ാം ഡിവിഷൻ പറശ്ശിനി, പട്ടികജാതി സംവരണ മണ്ഡലമായ 23ാം ഡിവിഷൻ CH നഗർ, 25, 26, 27 ഡിവിഷനുകളായ 5ാം പീടിക, വേണിയിൽ, പാലയത്ത് വളപ്പ് എന്നിവിടങ്ങളിലാണ് CPM സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ വിജയിക്കാൻ പോകുന്നത്. മൃഗീയ ഭൂരിപക്ഷത്തോടെ നഗരസഭയുടെ കന്നിഭരണം ഉറപ്പാക്കാമെന്ന ശുഭപ്രതീക്ഷയിലാണ് ഇടതുപക്ഷം. റിപ്പോർട്ടർ, കണ്ണൂർ. ലോക്കൽ പോൾ തുടരുന്നു. മുൻ കടുത്തുരുത്തി MLA സ്റ്റീഫൻ ജോർജും ഒരു വിഭാഗം നേതാക്കളും കേരള കോൺഗ്രസ് കറിയ തോമസ് വിഭാഗത്തിൽ നിന്ന് രാജിവെച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി അർഹമായ പരിഗണന നൽകിയില്ലെന്ന് ആരോപിച്ചാണ് പാർട്ടി വിട്ടത്. ഭാവി പരിപാടികൾ പ്രവർത്തകരുമായി കൂടിയാലോചിച്ച് തീരുമാനിക്കുമെന്ന് സ്റ്റീഫൻ ജോർജ് പറഞ്ഞു. ഇടതുമുന്നണിയുമായി നീക്കുപോക്കുണ്ടാക്കിയ കേരള കോൺഗ്രസ് സെക്യുലറിന് പോലും ആവശ്യത്തിന് സീറ്റ് നൽകിയ നേതൃത്വം കേരള കോൺഗ്രസിനെ അവഗണിച്ചുവെന്ന് സ്റ്റീഫൻ ജോർജ് പറഞ്ഞു. പാർട്ടിക്ക് അർഹമായ സീറ്റുകൾ നേടിയെടുക്കുന്നതിൽ നേതൃത്വത്തിനും വീഴ്ച പറ്റി. ഇക്കാര്യത്തിൽ പാർട്ടി ചെയർമാൻ കറിയ തോമസ് ഗുരുതരമായ വീഴ്ച വരുത്തി. സീറ്റ് വിഭജന ചർച്ചകൾ നടന്നപ്പോൾ ചെയർമാൻ പാർട്ടിക്ക് അംഗീകാരം നേടാൻ ഡൽഹിയിൽ പോയത് ശരിയായില്ല. പാർട്ടി നേതൃത്വത്തിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് ഇനിയും ഒരുപാട് പേർ രാജിവെക്കും. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസിനെ സംബന്ധിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്ന് ന്യായമായ സീറ്റുകൾ വാങ്ങിച്ചെടുക്കാൻ കഴിഞ്ഞില്ല. അതായത് നാമമാത്രമായ സീറ്റുകൾ മാത്രമാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ പാർട്ടിക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ പാർട്ടി പ്രവർത്തകർ വളരെ വേദന കൂടി നിൽക്കുകയാണ്. അപ്പോൾ എല്ലാ ജില്ലകളിലെയും പാർട്ടി പ്രവർത്തകരുടെ വികാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇത്രയും 6 ഭാരവാഹികൾ, സംസ്ഥാനതല ഭാരവാഹികൾ ഇന്ന് പാർട്ടിയിൽ നിന്ന് രാജിവെക്കുന്നത്. സമാന ചിന്താഗതിക്കാരായ കേരള കോൺഗ്രസ് നേതാക്കളുടെയും പ്രവർത്തകരുടെയും യോഗം വിളിച്ച് ഭാവി പരിപാടികൾക്ക് രൂപം നൽകും. കേരള കോൺഗ്രസ് എമ്മുകാരനായിരുന്ന സ്റ്റീഫൻ ജോർജ് ഒരു തവണ കടുത്തുരുത്തി MLA ആയിട്ടുണ്ട്. പാർട്ടി നേതൃത്വത്തിൽ നിന്ന് തെറ്റി PC തോമസ് വിഭാഗത്തിലെത്തിയ സ്റ്റീഫൻ ജോർജ് കഴിഞ്ഞ തവണ ഇടത് സ്ഥാനാർത്ഥിയായി മത്സരിച്ചെങ്കിലും മോൻസ് ജോസഫിനോട് പരാജയപ്പെട്ടിരുന്നു. വീണ്ടും കേരള കോൺഗ്രസ് എമ്മിൽ ചേക്കേറാനാണ് സ്റ്റീഫൻ ജോർജിന്റെ നീക്കമെന്നാണ് സൂചന. റിപ്പോർട്ടർ, കോട്ടയം. നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പൂർത്തിയായതോടെ തൃശൂർ കോർപ്പറേഷനിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം സജീവമായി. ഇക്കുറി വനിതാ സാരഥ്യത്താൽ ശ്രദ്ധേയമാവുകയാണ് തൃശൂർ കോർപ്പറേഷനിലെ മത്സരം. സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തോടെ തൃശൂർ കോർപ്പറേഷനിലെ അംഗത്തട്ട് സജീവമായി. ഇക്കുറി വനിതയ്ക്കാണ് കോർപ്പറേഷന്റെ ഭരണസാരഥ്യം. സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച വിവാദങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ മേയർ സ്ഥാനാർത്ഥിയെ ഉയർത്തിക്കാണിക്കുന്ന ശീലം പാർട്ടിക്കില്ലെന്ന് നേതൃത്വം പ്രഖ്യാപിക്കുമ്പോഴും CN ബാലകൃഷ്ണന്റെ മകൾ CB ഗീത തന്നെയാണ് UDFന്റെ മുന്നണി പോരാളി. ഓളരി വാർഡിൽ നിന്നാണ് ഗീത ജനവിധി തേടുന്നത്. എനിക്ക് പാർട്ടി സീറ്റ് തന്നു, ഞാൻ മത്സരിക്കുന്നു, അത് മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ, ബാക്കിയൊന്നും ഞാൻ നോക്കുന്നില്ല. മേയർ ആവാൻ ആദ്യം ഞാൻ ജയിക്കട്ടെ. അപ്പം എനിക്ക് സീറ്റ് കിട്ടിയിട്ടേ ഉള്ളൂ, ജയിക്കട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കാം. വൈദ്യരത്നം ആയുർവേദ കോളേജിലെ വൈസ് പ്രിൻസിപ്പലായ ഡോക്ടർ ഷീലയെയാണ് ഇടതുമുന്നണി മേയർ സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാണിക്കുന്നത്. ഡോക്ടർ എന്ന നിലയിൽ മേഖലയിലെ ജനകീയ ബന്ധം കണക്കിലെടുത്തും CPIM അംഗം എന്ന നിലയിലുമാണ് ഷീലയെ കണ്ണംകുളങ്ങര ഡിവിഷനിൽ നിന്നും മത്സരിപ്പിക്കാൻ തീരുമാനിച്ചത്. കഴിഞ്ഞ ദിവസം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ഡോക്ടർ ഷീല വീടുകൾ കയറിയിറങ്ങിയുള്ള വോട്ടഭ്യർത്ഥനയുടെ തിരക്കിലാണ്. ഓരോ വീടുകളും എനിക്ക് വേണ്ടപ്പെട്ട വീടുകളാണ്. അതേപോലെ വൈദ്യസഹായം നേടിയിട്ടുള്ള അങ്ങനെയുള്ള വീടുകളുമുണ്ട്. അപ്പോൾ ഒരു ഡോക്ടർ എന്നുള്ള നിലയ്ക്ക്, ഒരു സാമൂഹ്യ പ്രവർത്തക എന്നുള്ള നിലയ്ക്കും നല്ലൊരു അംഗീകാരം തരുന്ന രീതിയിൽ തന്നെയാണ് ഇവിടുത്തെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. കഴിഞ്ഞ തവണ 2 സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചെടുത്ത BJP ഇക്കുറി കൂടുതൽ സീറ്റ് ഉറപ്പിക്കാനുള്ള ഊർജിത ശ്രമമാണ് നടത്തുന്നത്. BJP സ്ഥാനാർത്ഥികളും മത്സരരംഗത്ത് സജീവമായി കഴിഞ്ഞു. റിപ്പോർട്ടർ, തൃശൂർ. സുധീന്ദ്ര കുൽക്കർണിക്കെതിരായി മുംബൈയിൽ നടന്ന കരിയോയിൽ പ്രയോഗത്തെ ന്യായീകരിച്ച് നടിയും സ്ഥാനാർത്ഥിയുമായ സോണിയ ജോസ്. കരിയോയിൽ പ്രയോഗത്തിന് ന്യായമായ ഒരു കാരണമുണ്ടെന്ന് സോണിയ റിപ്പോർട്ടറോട് പറഞ്ഞു. ശിവസേന ടിക്കറ്റിലാണ് സോണിയ കൊച്ചി കോർപ്പറേഷനിലേക്ക് മത്സരിക്കുന്നത്. സുധീന്ദ്ര കുൽക്കർണിക്കെതിരായ കരിയോയിൽ പ്രയോഗത്തിൽ രാജ്യവ്യാപക പ്രതിഷേധം ഉയരുന്നതിനിടെയാണ് ശിവസേന നടപടിയെ സോണിയ ജോസ് ന്യായീകരിച്ചത്. കുൽക്കർണിയോടല്ല, മറിച്ച് പാകിസ്ഥാനോടായിരുന്നു പ്രതിഷേധമെന്ന് സോണിയ പറഞ്ഞു. ശിവസേന അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കാരണം കൂടി നമ്മൾ അറിയണം. കാരണം ശിവസേന കരി ഒഴിച്ചു, അതൊരു സത്യം, അതിനെ നമ്മൾ ഇത് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ അതിന് കാരണം അവർ പറയുന്നത് പാകിസ്ഥാനെയാണ് അവർ എതിർക്കുന്നത്, അല്ലാണ്ട് ഇവിടുത്തെ ഒരാളെ അല്ല. ഇതല്ല ഒരു ശത്രുപക്ഷമായിട്ട് കണ്ടിരിക്കുന്നത്, അത് ഇന്ത്യക്കാരനെ അല്ല കണ്ടിരിക്കുന്നത്. ശത്രുപക്ഷത്തിൽ കണ്ടത് പാകിസ്ഥാൻ. അതായത് നമ്മുടെ എത്ര ജവാന്മാരാ, ഭടന്മാർ നമ്മുടെ എത്ര പേരെ കൊല്ലപ്പെടുന്നു, അതിനെതിരെയാണ് പറയുന്നത്. അതുകൊണ്ടാണ് അവരോടുള്ള ആ ഒരു ദേഷ്യം അവർ കാണിച്ചത്. അല്ലാതെ നമ്മുടെ ആൾക്കാരോടോ അല്ലെങ്കിൽ ഇവിടെ മതേതരത്വം വളരണം എന്ന് തന്നെയാണ് ശിവസേനയുടെ ആഗ്രഹം. കോർപ്പറേഷനിലെ 67ാം വാർഡിൽ നിന്നാണ് സോണിയ ജനവിധി തേടുന്നത്.
MCA വിദ്യാർത്ഥിനി കൂടിയായ ഇടതുമുന്നണി സ്ഥാനാർത്ഥി ഫെനിഷ ഫിലോമിന റോയിയാണ് സോണിയയുടെ മുഖ്യ എതിരാളി. 30ഓളം സിനിമകളിലും അത്ര തന്നെ സീരിയലുകളിലും സോണിയ അഭിനയിച്ചിട്ടുണ്ട്. റിപ്പോർട്ടർ, കൊച്ചി. മലപ്പുറം കൊണ്ടോട്ടിയിൽ ലീഗിനെ നേരിടാൻ ഇടത്തേക്ക് ചായാനൊരുങ്ങി കോൺഗ്രസ്. മുനിസിപ്പാലിറ്റിയിലെ സീറ്റ് വിഭജനത്തിലെ ലീഗ് നിലപാടിൽ പ്രതിഷേധിച്ചാണ് CPI-യുമായി അനൗപചാരിക സഖ്യങ്ങൾക്ക് കോൺഗ്രസ് നേതൃത്വം തയ്യാറെടുക്കുന്നത്. കൊണ്ടോട്ടി നെടിയിരിപ്പ് പഞ്ചായത്തുകൾ കൂട്ടിച്ചേർത്ത് രൂപീകരിച്ച കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റിയിൽ ആകെയുള്ളത് 40 സീറ്റ്. കോൺഗ്രസിന് 10 നൽകാമെന്ന് ആദ്യം പറഞ്ഞ ലീഗ് ചർച്ചകളിൽ 2 സീറ്റ് വർദ്ധിപ്പിച്ചു. എന്നാൽ 19 വേണമെന്ന ഉറച്ച നിലപാടിലാണ് കോൺഗ്രസ് നേതൃത്വം. കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റി ആയാലും എവിടെയും കോൺഗ്രസിൻ്റെ തീരുമാനം ഒറ്റയ്ക്ക് മത്സരിക്കേണ്ട ഒരു അവസ്ഥ വന്നാൽ, മുന്നണിയില്ലാത്ത അവസ്ഥ വന്നാൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് പാർട്ടി എടുത്തത്. പാർട്ടി പറഞ്ഞത് സ്റ്റാറ്റസ് കോ, കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ സ്റ്റാറ്റസ് കോ സീറ്റ് കോൺഗ്രസിന് കിട്ടണം. കഴിഞ്ഞ തവണ നെടിയിരിപ്പ് പഞ്ചായത്തിൽ കോൺഗ്രസിനെ കൂടാതെയാണ് ലീഗ് ഭരണം പിടിച്ചത്. സോഷ്യലിസ്റ്റ് ജനതയാണ് ഇവിടെ UDF-ൽ ലീഗിന് കൂട്ട്. കൊണ്ടോട്ടിയിൽ കോൺഗ്രസ് പ്രസിഡന്റിനെതിരെ ലീഗ് അവിശ്വാസം കൊണ്ടുവന്നു. ലീഗിനെതിരെ CPI-യുമായി ചേർന്ന് മത്സരിക്കാനാണ് നെടിയിരിപ്പ് കോൺഗ്രസിലെ തീരുമാനം. സ്വതന്ത്രരെ രംഗത്തിറക്കി പരസ്പരം പിന്തുണ ഉറപ്പിക്കാനാണ് കോൺഗ്രസും CPI-യും ആലോചിക്കുന്നത്. എന്നാൽ ജില്ലാ നേതൃത്വങ്ങൾ നടത്തുന്ന അവസാനഘട്ട ചർച്ചയിൽ പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്നാണ് ലീഗ് നേതൃത്വത്തിൻ്റെ പ്രതീക്ഷ. അതേസമയം കോൺഗ്രസിനകത്ത് വിമത ശബ്ദം ഉയർന്നു കഴിഞ്ഞു. ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് കമ്മുകുട്ടി 1-ാം ഡിവിഷനിൽ നിന്നും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കും. റിപ്പോർട്ടർ, മലപ്പുറം. കേരളത്തിൽ പട്ടികവർഗ വിഭാഗത്തിന് അധ്യക്ഷസ്ഥാനം സംവരണം ചെയ്ത ഏക നഗരസഭയാണ് വയനാട്ടിലെ മാനന്തവാടി. നിലവിലുള്ള മാനന്തവാടി പഞ്ചായത്ത് അതേ രൂപത്തിൽ നഗരസഭയാകുമ്പോൾ ഭരണം പിടിക്കാൻ ഇരു മുന്നണികളും കടുത്ത പോരാട്ടത്തിലാണ്. 23 വാർഡുകളുള്ള പഞ്ചായത്ത് നഗരസഭയാകുമ്പോൾ 36 വാർഡുകളുണ്ട്. ബ്രിട്ടീഷ് ഭരണകാലത്ത് മലബാർ ജില്ലയുടെ ഭാഗമായിരുന്ന വയനാടിന്റെ തലസ്ഥാന പട്ടണമായിരുന്നു മാനന്തവാടി. വയനാട് ജില്ലാ രൂപീകരണത്തോടെ ആസ്ഥാന പദവി നഷ്ടപ്പെട്ടെങ്കിലും റവന്യൂ ഡിവിഷൻ തലസ്ഥാനമായ മാനന്തവാടിയിലാണ് ജില്ലാ ആശുപത്രി പോലുള്ള പല പ്രമുഖ സ്ഥാപനങ്ങളും ഇപ്പോഴുമുള്ളത്. വൈകിയാണെങ്കിലും നഗരസഭാ പദവി മാനന്തവാടിയെ തേടിയെത്തുമ്പോൾ ചെയർമാൻ സ്ഥാനം പട്ടികവർഗ വിഭാഗത്തിനാണ് സംവരണം ചെയ്തിരിക്കുന്നത്. കേരളത്തിലെ ഏക പട്ടികവർഗ സംവരണ മുനിസിപ്പാലിറ്റിയാണ് മാനന്തവാടി. 35 വർഷം തുടർച്ചയായി LDF ഭരിച്ച മാനന്തവാടി പഞ്ചായത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണ് UDF തിരിച്ചുപിടിച്ചത്. സാധാരണക്കാർക്ക് വേണ്ട പദ്ധതികൾ നടപ്പാക്കിയതിനാൽ UDF-ന് ഭരണ തുടർച്ച ഉറപ്പാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സിൽവി തോമസ് പറയുന്നു. സമ്പൂർണ്ണ ഭവന പദ്ധതിയാണ് ആദിവാസി മേഖലയിൽ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത്. അത് വളരെ താല്പര്യത്തോടു കൂടി നടപ്പിലാക്കുന്നതിന് വേണ്ടി സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എനിക്ക് തോന്നുന്നു ഇത് ഒരു വലിയ മികവല്ലെങ്കിൽ പോലും സാധാരണക്കാരൻ്റെ ഓരം ചേർന്ന് നിൽക്കാൻ വേണ്ടി സാധിക്കുന്ന തരത്തിലുള്ള അതിനൊരു ഭരണപക്ഷ പ്രതിപക്ഷം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇത്തവണ എന്തു വില കൊടുത്തും മാനന്തവാടിയിൽ ഭരണം തിരിച്ചുപിടിക്കുമെന്ന വാശിയിലാണ് LDF. വാഗ്ദാനം ചെയ്ത ഒരു കാര്യവും നടപ്പിലാക്കാൻ UDF-ന് കഴിഞ്ഞിട്ടില്ലെന്ന് LDF നേതാക്കൾ പറയുന്നു. ഒരു പതിറ്റാണ്ടിലധികം മാനന്തവാടി പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന EM ശ്രീധരനെ അടക്കം രംഗത്തിറക്കിയാണ് LDF-ന്റെ പടപ്പുറപ്പാട്. റിപ്പോർട്ടർ, വയനാട്. ലോക്കൽ പോൾ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. Flexi, Life Easy, Electronics and Home Appliances. പത്രികാ സമർപ്പണം പൂർത്തിയായി. ആകെ 1.5 ലക്ഷത്തിലേറെ സ്ഥാനാർത്ഥികൾ. അവസാന ദിനം ഭരണാധികാരികൾക്ക് മുന്നിൽ വൻ തിരക്ക്. വിമതരെ പിന്തിരിപ്പിക്കാൻ മുന്നണികളുടെ നെട്ടോട്ടം. മലപ്പുറത്ത് 16 പഞ്ചായത്തിൽ ലീഗ് കോൺഗ്രസ് പോരാട്ടം. കോട്ടയം UDF-ലെ സീറ്റ് വിഭജനം ഇന്നും പൂർത്തിയായില്ല. സീറ്റിനായി രംഗത്ത് വന്നവരോടെല്ലാം നോമിനേഷൻ നൽകാൻ നേതൃത്വത്തിന്റെ നിർദ്ദേശം. ജില്ലാ പഞ്ചായത്തിലേക്ക് മുഴുവൻ സീറ്റിലും കോൺഗ്രസിന് പുതുമുഖങ്ങൾ. ഓർത്തഡോക്സ് സഭയുടെ ആവശ്യം തള്ളി. കണ്ണൂരിലെ ആന്തൂർ നഗരസഭയിൽ 10 CPI-എമ്മിന് എതിരില്ല. ചെയർപേഴ്സൺ സ്ഥാനാർത്ഥി PK ശ്യാമളയടക്കം എതിരില്ലാതെ അധികാരത്തിലേക്ക്. കണ്ണൂർ നഗരസഭയിൽ AI ഗ്രൂപ്പുകളുടെ തർക്കം മൂത്ത് റിബൽ സ്ഥാനാർത്ഥിയുമായി A വിഭാഗം. പത്രികാ സമർപ്പണം പൂർത്തിയായിട്ടും കൊല്ലം കോൺഗ്രസിലെ കുഴപ്പങ്ങൾ കഴിഞ്ഞില്ല. വിവേചനം ആരോപിച്ച് DCC പ്രസിഡന്റ് വാർത്താ സമ്മേളനത്തിൽ I ഗ്രൂപ്പിന്റെ പ്രതിഷേധം. സ്ഥാനാർത്ഥി നിർണയത്തിൽ തർക്കമില്ലെന്ന് DCC പ്രസിഡന്റ്. മലപ്പുറത്തെ തർക്കപ്രദേശങ്ങളിൽ പെരുമാറ്റ സംഹിത കൊണ്ടുവരാൻ UDF നേതൃത്വ തീരുമാനം. മുഖ്യമന്ത്രി മന്ത്രിമാരുമായി ചർച്ച നടത്തി. മാധ്യമങ്ങൾ പറയുന്നത്ര തർക്കം മലപ്പുറത്തില്ലെന്ന് മുഖ്യമന്ത്രി. ലോക്കൽ പോൾ ഇന്ന് തീർന്നു. ഇനി നാളെ. നമസ്കാരം.